കുറച്ച് നാളായിട്ട് എൻ്റെ യൂട്യൂബിൽ മൊത്തം ഈ ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പം തൊട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്ര എളുപ്പമായിരുന്നു എന്ന്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ എഗ്ഗിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ആ എഗ്ഗൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടറും കൂടി മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറിലേക്ക് കുറച്ച് കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. മൈദ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം വേഗം കട്ട പിടിക്കാണ്ട് പാലും കൂടി ആഡ് ചെയ്ത് ഒന്ന് തിക്കാക്കി എടുക്കണം. വീട്ടിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഈ മൈദ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് ക്രീം ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം മിക്സ് ചെയ്തിരിക്കുമ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ എഗ്ഗൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ലാസ്റ്റാണ് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എഗ്ഗൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.